ഫാം ഹൗസിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നാടൻ പച്ചക്കറികളാണ്. അപ്പോൾ അമ്മ ചിച്ചനാട്ടോ ഇതിൻ്റെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ. ഞങ്ങൾ ഇവിടെയൊക്കെ പച്ചക്കറി ചെയ്തിട്ട് അത് വളരുമ്പോൾ ഞങ്ങൾ പിച്ചിക്കൊണ്ട് കറി വയ്ക്കും കേട്ടോ. ഞങ്ങൾ കഴിക്കുന്ന പച്ചക്കറിയല്ല, ഇവിടെ നിന്ന് വളരുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് അതൊക്കെ പയറാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പന്തൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവനിവിടെ കിടന്ന് ഓരോരോ കുരുത്തക്കേട് കാണിക്കുന്നതാണ് ഗൈസ് ഇതിന്റെ പണി. അവന്റെ പയർ കാണിച്ച കണ്ട ഗൈസ് പയർ. പയറിന് വെള്ളം ഒഴിക്കുമ്പോ മഴ പെയ്യുന്ന പോലെ തോന്നല്ലേ ഗൈസ്? അതാണ് ഗൈസ് രസം. ഇവിടെയൊക്കെ നല്ല രസാട്ടോ കറങ്ങി അടച്ച് നിൽക്കാനായിട്ട്. അതുകൊണ്ട് ഇവിടെ വെണ്ടയാണ് ഗൈസ്, ചുമപ്പ് വെണ്ട എന്നാണ് അമ്മച്ചൻ പറയുന്നത്. കുറച്ച് വെണ്ട ഇവിടെ പിടിച്ച് തീരാറായി. ബാക്കി രണ്ടെണ്ണവും കൂടി നിന്ന് നടണമെന്നാണ് അമ്മച്ചൻ പറയുന്നത്. അപ്പൊ ഇതാണ് ഗൈസ് പാവയ്ക്ക പന്തലും. ഇതിനകത്ത് പാവയ്ക്കുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പേപ്പറിനകത്ത് ഇതിനകത്തുണ്ട് ഗൈസ് പാവയ്ക്ക. കാണിച്ചു തരാം കേട്ടോ. പേപ്പറിൽ കുഞ്ഞു പാവയ്ക്ക പോലെ കിടക്കുന്നുണ്ട്. ഇതിനകത്തുണ്ട് ഗൈസ് ഒരു പാവയ്ക്ക. ഇതിനകത്ത് വലിയൊരു പാവയ്ക്ക കേട്ടോ കിടക്കുന്നത്. മറ്റേ കണ്ട പിഞ്ചാണ് കേട്ടോ. ഇതിനകത്ത് ഗൈസ് ഉണ്ട്, കണ്ടോ? അപ്പം ഈ പേപ്പറിനകത്ത് ഇതാണ്ട് ഇവിടെ ഉണ്ട് ഗൈസ് ഒരു മോഹൻലാലിൻ്റെ പടമൊക്കെ ഉള്ള ഒരിതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിനി അടുത്തത് കാണാം. കണ്ട ഗൈസ് അമ്മച്ചൻ ചീരയാണ്. അങ്ങ് പന്തൽ പണ്ട് ഇവിടെയൊക്കെ എന്തായിരുന്നു മറ്റില്ല മുല്ലപ്പൂവിൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നു ഗൈസ്. കാട് പിടിച്ച പോലെ കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അത് വെട്ടിയിട്ടോ. ഇതൊക്കെ ഒരു ചെമ്പരത്തി മരമൊക്കെ ഉണ്ടായിരുന്നു. ചെമ്പരത്തിയുടെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. കാട് പിടിച്ച് കിടക്കുന്നോണ്ട് വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെയൊക്കെ ചീര നട്ടിരിക്കുകയാണ് ഗൈസ്. എന്താ അകത്തും ഉണ്ട് ഗൈസ് കുറെ ചെടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടല്ലോ കുരുമുളക് ഇപ്പൊ ഉണ്ട് കേട്ടോ. കറിവേപ്പിലക്കകത്ത് അത് പിടിച്ചിരിക്കുന്നു. കണ്ട ഇതെന്താണ് അമ്മച്ചിച്ച? ഇതെന്താണ്? പച്ചമുളകാണ്. പച്ചമുളക്. ഹലോ ഗൈസ്, അത് കഴിഞ്ഞ്